ഓ തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 18. അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപരെ പ്രണാമം പ്രണാമം. ലങ്കാകാന്ഡത്തിലെ യാത്ര തുടരാം. എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാകട്ടെ. ഒരു ധ്യാന ശ്ലോകം ശ്രദ്ധിച്ചാലും, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈശ്വരഭാവങ്ങളെ, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ ജീവിതം. യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന വാനരശ്രേഷ്ഠന്മാരുടെ ആനന്ദത്തിനതിരില്ല. അംഗദൻ്റെ വീരസാഹസിക പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിച്ചു. രാമൻ അംഗദനെ പുത്രൻ എന്ന വണ്ണം തഴുകി അനുഗ്രഹിച്ചു. മണ്ഡോദരി വീണ്ടും രാവണനെ ഉപദേശിക്കുന്നു. രാമചന്ദ്രൻ ദിവ്യനാണ്. ശത്രുത ഉപേക്ഷിക്കുക, മൈത്രി സ്ഥാപിക്കുക, സീതയെ തിരിച്ചേൽപ്പിച്ച് കുലമഹിമയെയും ധർമ്മത്തെയും രക്ഷിക്കണം. സന്യാസിയുടെ വ്യാജ വേഷത്തിൽ ആ കുലസ്ത്രീയെ അപമാനിച്ചത് എത്ര നിന്ദ്യമാണ്. ഖരദൂഷണന്മാർ, വിരാധൻ, ബാലി എന്നിവർ ഇന്നിവിടെ. രാമൻ ശാന്തിപ്രിയനാണ്. സേതു തരണം ചെയ്ത് ലങ്കയിലെത്തി. അംഗദനെ ദൗത്യത്തിനയച്ചു. രാമഭക്തനായ ഹനുമാന്റെ ശക്തിയും അങ്ങയ്ക്ക് മനസ്സിലായി. വൈഭവശാലിയായ രാമദേവനെ നിന്ദിക്കരുത്. ശോഭനീയമായ കാര്യങ്ങൾ ഇനിയെങ്കിലും നിർവഹിച്ച് മുന്നോട്ട് പോകാം. രാമകൃപ മാത്രമാണ് നമുക്ക് അവലംബം. അങ്ങ് ശിവഭക്തനാണല്ലോ. അങ്ങയ്ക്കറിയുമല്ലോ പരമശിവൻ രാമഭക്തനാണെന്ന്. ശ്രീ പാർവതിക്ക് രാമഭക്തി മഹാത്മ്യം ഉപദേശിച്ചിട്ടുണ്ട് പരമശിവൻ. രാവണൻ ആ കുലസ്ത്രീയുടെ, മണ്ഡോദരിയുടെ, ധർമ്മപത്നിയുടെ ഉപദേശങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. രാമരാവണ യുദ്ധാരംഭം. യുദ്ധസജ്ജീകരണം എല്ലാം പൂർത്തിയാക്കി. രാവണൻ യുദ്ധം പ്രഖ്യാപിച്ചു. സേനാവിന്യാസം. രാമചന്ദ്രനും വിഭീഷണനും സുഗ്രീവാദികളുടെ അഭിപ്രായം അനുസരിച്ച് വാനര സൈന്യത്തെ 4 തിരിച്ചു. ലങ്കയുടെ കിഴക്ക് പ്രധാന സേനാപതി പ്രഹസ്തനെ നേരിടുവാൻ നീലൻ, തെക്ക് മഹാപാർശ്വൻ, മഹോദരൻ എന്നിവരോട് അംഗദൻ, പടിഞ്ഞാറ് മേഘനാഥനോട് ഹനുമാൻ,
വടക്ക് രാവണനെ രാമലക്ഷ്മണ സുഗ്രീവാദികൾ എതിരിടുന്നു. ഇങ്ങനെയുള്ള ചതുർവിധ സേനാവിന്യാസവും നേതൃത്വവും രാമസേനയിൽ കാണാൻ കഴിയുന്നു. കാഹളധ്വനികൾ മുഴക്കിക്കൊണ്ട് രാമനാമം ഉച്ചരിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ രാവണ സൈന്യത്തെ വലയം ചെയ്തു രാമസേന, വാനരസേന രാവണ വ്യൂഹത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു. ശ്രീരാമസ്തുതി ഗീതങ്ങളോടുകൂടി വാനരന്മാർ വിജയലഹരിയിൽ രാമാദികളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. ആദ്യ ദിവസം ഉണ്ടായ പരാജയം രാവണൻ ധാർമ്മിക യുദ്ധം വെടിയുന്നു. ചാരപ്രയോഗങ്ങളും മായാമാർഗങ്ങളും സ്വീകരിക്കുന്നു. ലങ്കയിലെ സജ്ജനങ്ങൾ ചിലർ രാവണൻ്റെ അധർമ്മത്തെ പഠിക്കാൻ തുടങ്ങി. സ്ത്രീകൾ ആർത്തനാദം മുഴക്കി ലങ്കയിൽ. രണ്ടാം ദിവസം രാവണ പുത്രന്മാർ ത്രിശിരസും അതികായനും മേഘനാഥനും മായാപ്രയോഗത്താൽ അന്ധകാരം സൃഷ്ടിച്ചു. യുദ്ധഭൂമിയിൽ ശ്രീരാമൻ ആഗ്നേയാസ്ത്രം തൊടുത്തുവിട്ട് പ്രകാശം പരത്തി ഉന്മേഷം സൃഷ്ടിച്ചു. യുദ്ധഭൂമിയിലെ എല്ലാ ആസുരിക ശക്തികളെയും രാമസേന, ഹനുമാൻ സേന, വാനരസേന സംഹരിക്കാൻ തുടങ്ങി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നതുപോലെ മാല്യവാൻ സ്ഥലം വിട്ടു. രാവണനും അതറിഞ്ഞിട്ട് അസ്വസ്ഥനാകുന്നു. അപ്പോൾ അശോക വനികയിലെ സീതയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ത്രിജട സീതയ്ക്ക് കാവലിരുന്നു. അതുപോലെ ധൈര്യം, ആത്മവീര്യം ത്രിജട സീതാദേവിക്ക് നൽകിക്കൊണ്ടേയിരുന്നു. സരമയും മേഘനാഥൻ ശക്തി എന്ന ദിവ്യാസ്ത്രം പ്രയോഗിച്ചു ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തി. ശേഷാംശം ഉൾക്കൊള്ളുന്ന ലക്ഷ്മണകുമാരനെ അനക്കുവാൻ പോലും രാവണപുത്രന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല, ശക്തി ഉണ്ടായില്ല. ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്നു. ജാംബവാന്റെ നിർദ്ദേശപ്രകാരം സുഷേണ വൈദ്യനും എത്തിച്ചേർന്നു. ഹനുമാൻ ഹിമാലയത്തിലെ മേരുപർവ്വതത്തിൽ നിന്നാണ് മൃതസഞ്ജീവനി മലയോടുകൂടി എടുത്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഹനുമാന്റെ യാത്ര തടയാൻ രാവണ നിർദ്ദേശപ്രകാരം കാലനേമി എത്തുന്നു. മുനിവേഷം ധരിച്ചു. രാമസ്തോത്രങ്ങളാൽ ഹനുമാന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. പ്രശാന്തമായൊരു പർണകുടിയും താമരപ്പൊയ്കയും പൂങ്കാനവും സൃഷ്ടിച്ചു. ഹനുമാൻ ദാഹശമനത്തിന് ആ പൊയ്കയിലിറങ്ങി.
കാലനേമി മത്സ്യരൂപം ധരിച്ചു ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങുന്നു. അപകടം മനസ്സിലാക്കിയ ഹനുമാൻ ശക്തിയായ ഒരു ആഘാതം ഏൽപ്പിച്ചു. അങ്ങനെ കാലനേമി പരലോകം പ്രാപിച്ചു. ഹനുമാന്റെ മടക്കയാത്ര അയോധ്യയ്ക്കുപരിയിലൂടെയായിരുന്നു. ആകാശമാർഗം പെട്ടെന്നൊരു മിന്നലൊളി തെളിഞ്ഞു. വല്ല മായാശക്തിയുമായിരിക്കും എന്ന് ശങ്കിച്ച് ഭരതൻ അസ്ത്രം പ്രയോഗിച്ചു. ശരമേറ്റ് രാമനാമം ഉച്ചരിച്ചുകൊണ്ട് ഹനുമാൻ താഴെ വീണു. ഭരതൻ അമ്പരന്ന് ഓടിയെത്തി വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഹനുമാന്റെ ആലസ്യം മാറ്റി ലങ്കയിലേക്ക് ഹനുമാൻ യാത്ര തുടർന്നു, മരുന്നു മാമലയുമായിട്ട്. ഹനുമാൻ മൃതസഞ്ജീവനിയുമായി മടങ്ങിയെത്താൻ അല്പം വൈകി. രാമൻ വിലപിച്ചുകൊണ്ട് ലക്ഷ്മണ മാഹാത്മ്യം പറയുന്നു. ശ്രദ്ധിച്ചാലും ലക്ഷ്മണനെ പോലുള്ള ഒരു സ്നേഹസമ്പന്നൻ്റെ വേർപാട് ദുസ്സഹമാണ്. സീതാമോചനത്തിനുള്ള യജ്ഞത്തിൽ കുമാരന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ സുമിത്ര കൗസല്യാദി മാതാക്കളോട് ഞാൻ എന്തു പറയും? ഭാര്യയ്ക്ക് വേണ്ടി സഹോദരൻ നഷ്ടപ്പെടുത്തിയവൻ എന്ന അപകീർത്തി സൂര്യവംശത്തിന് തീരാ കളങ്കം ചാർത്തും. സീതയ്ക്ക് സമാനമായി മറ്റൊരു സ്ത്രീയെ ഭാര്യയായി ലഭിച്ചേക്കാം. പക്ഷേ ലക്ഷ്മണന് തുല്യനായി മറ്റൊരു സഹോദരൻ സങ്കല്പത്തിൽ പോലും ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് സമ്പത്ത്, ഭാര്യ, സന്താനം, കുടുംബം എന്നീ ഐശ്വര്യങ്ങൾ വീണ്ടും വീണ്ടും നേടാം. പക്ഷേ ആത്മാർത്ഥവും അന്യാദൃശവുമായ സഹോദര സ്നേഹം എനിക്ക് ഈശ്വരാനുഗ്രഹത്താൽ കിട്ടിയ സമ്പത്താണ്. എൻ്റെ കീർത്തി പതാകയാണ്. അച്ഛനമ്മമാരെയും ഭാര്യയെയും യൗവനത്തിൻ്റെതായ സുഖഭോഗങ്ങളെയും ത്യജിച്ച് തപശ്ചര്യയിലൂടെ ജീവിതം ധന്യമാക്കിയ സഹജൻ എൻ്റെ വനവാസ ജീവിതത്തിന് ആത്മബലം നൽകി. എൻ്റെ ഏക സഹോദരൻ ലക്ഷ്മണ, നിന്നോടൊത്ത് ഞാനും ജീവിതം അവസാനിപ്പിക്കും. ഇങ്ങനെ വിലപിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന രാമദേവന്റെ അടുക്കലതാ ഹനുമാൻ പ്രകാശം പരത്തിക്കൊണ്ട് ഔഷധശേഖരവുമായി എത്തിച്ചേർന്നിരിക്കുന്നു. വന്ദിച്ചു. ഹരേ രാമ ഹരേ രാമ മന്ത്രം ജപിച്ചു. ധ്വനികൾ ഭക്തസമൂഹത്തെ ഉണർത്തി. ആദരവാണികൾ, വിജയകാഹളങ്ങൾ, നന്ദിപ്രകടനങ്ങൾ എല്ലാം മുഴങ്ങാൻ തുടങ്ങി. സുഷേണ വൈദ്യൻ മൃതസഞ്ജീവനി ഔഷധം പ്രയോഗിച്ചതും ലക്ഷ്മണൻ മയക്കത്തിൽ നിന്ന് ഉണർന്നു. ഹനുമാന്റെ ദിവ്യതയും
ആത്മാർപ്പണ ഭാവവും രാമലക്ഷ്മണന്മാരെ കൃതജ്ഞതാഭരിതരാക്കി. ആത്മീയതയുടെ ശീതള കിരണങ്ങൾ തപ്തമാനസങ്ങളെല്ലാം കുളിർമ പകർന്ന് അനുഗ്രഹിക്കുന്നു. ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ അകന്നു. അന്തരീക്ഷം പ്രകാശമാനമായി. ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ നിസ്സഹായതയിൽ പ്രത്യാശയുടെ ദീപവുമായി ഉയരങ്ങളിൽ പറന്ന് തൻ്റെ എല്ലാമായ ലക്ഷ്മണനെ രക്ഷപ്പെടുത്തിയ ഉത്തമനായ ഹനുമാനെ നന്ദിയോടെ രാമൻ നോക്കി നിന്നു. സ്നേഹഭക്തി വിശ്വാസമാണ് മനുഷ്യനെ കർമ്മോന്മരാക്കുന്നത്, വിജയത്തിലെത്തിക്കുന്നത് എന്ന സത്യമാണ് ഇവിടെ പ്രകാശമാനമായത്. സ്വസ്ത്യസ്തു സുഖമസ്തു സന്തു മംഗളസദാനി.